ഷോക്കോടുകൂടിയാണ് ശ്രമിച്ചത്. കാരണം ഏതാനും ദിവസങ്ങൾക്ക് ശേഷം നമ്മൾ അദ്ദേഹത്തിൻ്റെ ഭവനവുമായി ബന്ധപ്പെട്ട് അത് അദ്ദേഹത്തിന് സമർപ്പിക്കുവാൻ വേണ്ടി പാർട്ടി റെഡിയായി നിൽക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു വിവരം, നമ്മളെയൊക്കെ വേദനിപ്പിക്കുന്ന ഈ വിവരം അറിഞ്ഞത്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ മാണിസാറിൻ്റെ കാലം തൊട്ട് കോശിയും അതുപോലെ തന്നെ മറ്റു നേതാക്കന്മാരും ഞാനുൾപ്പെടെ ഞാൻ ഓർക്കുന്ന എൻ്റെ 3 സംസ്ഥാന തലത്തിലുള്ള പരിപാടി സന്ദേശയാത്രയും വികസനസേനായും പദയാത്രയിലുമൊക്കെ അങ്ങ് കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ എന്നോടൊപ്പം അതിൻ്റെ ഒരു ടെമ്പോ പാർട്ടിക്കാർക്ക് പ്രിയങ്കരനാകുകയും ചെയ്ത വിഷയത്തോട് ഇത്ര പെട്ടെന്ന് നമ്മളിൽ നിറഞ്ഞിട്ട് പോകുന്നുണ്ട് വിചാരിച്ചില്ല. വിളിച്ചതോടിൻ്റെ കേരളം സൂചിപ്പിച്ചതുപോലെ ചെറുപ്രായത്തിൽ 1995 കാസർഗോഡ് നിന്ന് എൻ്റെ കാൽനട യാത്ര പദയാത്ര ആരംഭിക്കുമ്പോൾ അന്ന് വലിയ തയ്യാറെടുപ്പുകൾക്കൊന്നുമുള്ള സമീപ സാഹചര്യങ്ങൾ സാമ്പത്തിക ഞങ്ങൾ അനുവദിച്ചിരുന്നില്ലെങ്കിൽ അന്ന് നിത്യസ്വരമായി ഇരിക്കത്തോടായിരുന്നു ഒപ്പുണ്ടായിരുന്നു. ഇതിലൊക്കെ ആദ്യമായിട്ടാണ് എന്നോട് പലപ്പോഴും പറയും സംസ്ഥാന തമ്മിൽ പങ്കെടുക്കുമ്പോൾ ആ യാത്രയിൽ ഈ ഇരിക്കത്തോട് ചെയ്യുമ്പോൾ സ്വരമില്ല എങ്കിലും ഇരിക്കത്തോടിനെ ഓർക്കാൻ ഈ പാർട്ടിക്ക് കടമയുണ്ട്. ഈ കുടുംബത്തോട് ഒപ്പം നിൽക്കാൻ ഈ പാർട്ടിക്ക് ബാധ്യതയുണ്ട്. അതെല്ലാം ഞാനും ചേർന്നാൻ ഒരുമിച്ചാണ് യാത്ര ചെയ്തുകൊണ്ട് സർക്കാരത്തിൻ്റെ പാർട്ടി ഇന്നും ഈ കുടുംബത്തോടൊപ്പം ഉണ്ടാകുമെന്ന് പാർട്ടി ചെയർമാൻ സ്വീകരിക്കുകയാണ് നോക്കുന്നത്. ബഹുമാനായ ശ്രീ ജയരാജ് ഇക്കാര്യത്തിൽ വളരെ ശ്രദ്ധേയനായി പലപ്പോഴും പല കാര്യങ്ങൾ സംസാരിക്കുമ്പോഴും സൗഹൃദം പങ്കിടുമ്പോഴും വിളിക്കത്തോടിൻ്റെ കാര്യം സൂചിപ്പിക്കുന്നതിനോ വിശ്വ കേരള കോൺഗ്രസിലെ പല നേതാക്കന്മാരുടെയും തെരഞ്ഞെടുപ്പുകളിലും പാർട്ടിയുടെ വലിയ പരിപാടികളിലുമെല്ലാം അതിനേറ്റവും ഓജസ്സിട്ടതാക്കിയതിൽ വിശ്വത്തോട് ജയകുമാറിൻ്റെ വലിയൊരു ശബ്ദം, അദ്ദേഹത്തിൻ്റെ ഒരു ഭാഷ വലിയൊരു അനുഗ്രഹീതമായ ഭാഷയാണ്. ഞാനൊക്കെ നാവെന്ന സംഘടനയുടെ നേതൃത്വം നൽകി കേരളത്തിലെ ഈ ശബ്ദ കലാകാരന്മാർക്ക് വേണ്ടി ശബ്ദം ഉയർത്താനും അവരുടെ ആവശ്യങ്ങൾ പലപ്പോഴും അധികാരിയുടെ മുമ്പിൽ എത്തിക്കാനും ഒക്കെ ഒരു സംഘടനാപരമായ ഇടപെടൽ നടത്തിയ ഒരാളാണ്. പക്ഷേ ഇവിടെ പറഞ്ഞതുപോലെ മാണിസാറിനോട് എത്രമാത്രം സ്നേഹമുണ്ടായിരുന്നു എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവ് ജയകുമാർ ഈ വീട് പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ പ്രവർത്തനത്തിൽ ഇടപെട്ടോട് പറഞ്ഞൊരു കാര്യം, മാണിസാറിൻ്റെ ഒരു ചിത്രം എന്ന് പറയുന്നത് ഒരു ഗ്രാനൈറ്റ് മാണിസാറിൻ്റെ ചിത്രം ഈ വീടിൻ്റെ മുമ്പ് വെക്കണം എന്ന് പറഞ്ഞ് ഒരു പക്ഷേ എനിക്ക് തോന്നുന്നില്ല അങ്ങനെ അത്രയും ആത്മാർത്ഥത ഇത്ര അപൂർവമായ ആളുകളിൽ മാത്രമേ മാണിസാറിനെ ജയകുമാർ അത്രമാത്രം സ്നേഹിച്ചിരുന്നു. എനിക്കത് മാത്രമേ ആഗ്രഹമുള്ളൂ. പങ്കുവെച്ച കാര്യം ഞങ്ങൾ കുറച്ചു മുമ്പ് ഇവിടെ അങ്ങനെയുള്ള ഒരു വലിയ ബന്ധമാണ്. എനിക്ക് ഇത്രയും പാർട്ടിയെ എക്കാലത്തും സ്നേഹിച്ചു വരും. പാർട്ടി മാത്രം പാർട്ടിയുടെ നേതാക്കന്മാരെയെല്ലാം കേരള കോൺഗ്രസിന്റെ അന്ത്യാഞ്ജലി, ഇടിമുഴക്ക ശബ്ദവുമായി കേരളമാകെ നിറഞ്ഞവനെ, ഇടിമുഴക്ക ശബ്ദവുമായി കേരളമാകെ നിറഞ്ഞവനെ, ജീവിക്കുന്നു എന്നും നിങ്ങൾ, ജീവിക്കുന്നു എന്നും നിങ്ങൾ കേരള